ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തുടനെ ഒരു ബെല്ലൈക്കൺ വരുന്നില്ലേ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. തണുപ്പ് കാലത്ത് നമ്മുടെ വീട്ടിൽ തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് വീടുകൾ ഇപ്പോഴും ഉണ്ടാവുമെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ തണുപ്പ് കാലമായി കഴിയുമ്പോൾ ഇത് കത്താൻ ഒരുപാട് പ്രയാസം കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, തീപ്പെട്ടിയുടെ പെട്ടിയോട് കൂടിയിട്ട് എപ്പോഴും നമ്മൾ അരിയിൽ സൂക്ഷിച്ച് വെക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ട് അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീടുകളിലും ജാം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അധികവും അവരത് ഫ്രിഡ്ജിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുക. പിന്നെ നമ്മളെപ്പോഴും ജാം എടുക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് കട്ടിയായിരിക്കും. നമുക്കത് ബ്രെഡിലോ അല്ലെങ്കിൽ എന്തിലും തേക്കാൻ കഴിയാത്ത വിധം അത്രയും കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം കട്ടിയായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലോട്ട് ഈ ജാറോട് കൂടിയിട്ട് കുറച്ച് നേരം ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല മൃദുവായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ജാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ പല വീടുകളിലും ഗ്ലാസ് പൊട്ടിപ്പോവാറുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസ്സിലോട്ട് ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചായയോ ഒഴിക്കുന്നതിന് മുമ്പേ ഒരു സ്പൂൺ ഇട്ട് വെക്കുക, എന്നിട്ട് അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ സ്പൂൺ ആകുമ്പോൾ നന്നായിട്ട് ചൂട് വലിച്ചെടുക്കും. അപ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് അവിടെ വളരെയധികം കുറയ്ക്കുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. പിന്നെ പലർക്കും ഉണ്ടാവാറുള്ളൊരു അബദ്ധമാണ്, നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അത് കുഴക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല കയ്യിലൊട്ടി പിടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കുഴക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലരും വീണ്ടും പൊടി ഇട്ടിട്ട് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ നമുക്ക് പൊടി ഇല്ലാത്ത സാഹചര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു മാവ് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുഴച്ച് പരത്തി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ മിററൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കണ്ണാടി, അത് തുടയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി യൂസ് ചെയ്തിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള മിറർ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ നല്ലതാണ്. കണ്ണാടി തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് തുടച്ച് നോക്കുക. നല്ലൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീടുകളിൽ പലയിടത്തും ഉണ്ടാവുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റീൽ ഗ്ലാസ്സുകൾ തമ്മിൽ നന്നായിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കും. നമ്മൾ കഴുകിയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്ത വിധം വളരെയധികം ഒട്ടിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗ്ലാസ്സുകൾ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും അടിയിലെ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ ഗ്ലാസ്സുകളെ തമ്മിൽ ഒട്ടിച്ച് നിർത്തുന്ന ജലം ഉണ്ടല്ലോ, അത് ആവിയായിട്ട് ഗ്ലാസ്സുകളിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒന്നാണ്, നമ്മളെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം മിച്ചം വരുന്ന എണ്ണ കലങ്ങിയ ഒരു സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവുക. വളരെ നല്ല എണ്ണയായിരിക്കും, നമ്മൾ കുറച്ചേ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല എണ്ണയായിരിക്കും. അപ്പോൾ നമുക്കത് ശുദ്ധിയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ എണ്ണയിൽ തന്നെ കുറച്ച് പൊട്ടാറ്റോ ചിപ്സ് ആക്കിയിട്ട് ഒന്നുകൊണ്ട് എടുത്താൽ അത് നമുക്ക് നല്ല തെളിഞ്ഞ് നല്ല വൃത്തിയായ എണ്ണയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ സാധാമാതിരി സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് സാൾട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കിഴങ്ങൊന്ന് പൊരിച്ചാൽ നമ്മുടെ എണ്ണ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഉള്ളി അരിയുമ്പോൾ കണ്ണ് നീറുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, കഴുകിയ ശേഷം ഉള്ളി
തൊലിക്കുമ്പോഴത്തെ കണ്ണിൻ്റെ പ്രശ്നം അങ്ങനെ മാറിക്കിട്ടും. ഇനി അഥവാ നമ്മൾ ഒരുപാട് കരിയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഉള്ളി നേരെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി കണ്ണ് നീറാതെ തന്നെ, കണ്ണിൽ നിന്ന് വെള്ളം വരാതെ തന്നെ നന്നായിട്ട് ഉള്ളി അരിയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലായിടത്തും പൊതുവേ ഉണ്ടാവുന്നൊരു പ്രശ്നമാണ്, തണുപ്പ് കാലമായി കഴിയുമ്പോഴും അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ മധുരമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉറുമ്പിൻ്റെ ശല്യം നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഏത് സ്ഥലത്താണോ ഉറുമ്പ് പൊത്തിയിരിക്കണമെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കുക. ഉറുമ്പൊക്കെ ഉറുമ്പിൻ്റെ പാട്ടിന് പോയിക്കോളും. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള കുറച്ച് കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.